ഹായ് വെൽക്കം ടു സ്റ്റഡി വിത്ത് മോംസി. നമ്മളുടെ 7 ഡേയ്സ് പ്രിപ്പറേഷൻ്റെ 5th ഡേയിലാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ഡേയിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറക്കാതിരിക്കാനുള്ള ആക്റ്റീവ് റീകോൾ, മൈൻഡ് മാപ്പിംഗ് തുടങ്ങിയ സ്മാർട്ട് സ്റ്റഡി ട്രിക്കുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾ ഈ ഒരു അക്കാദമിക് ഇയറിൽ നിങ്ങളുടെ സ്റ്റഡീസിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണം കേട്ടോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജൂൺ 1 ക്ലാസ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ചെയ്തിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ്. ഡീകോഡിങ് ദ സിലബസ് അഥവാ നമ്മുടെ സിലബസിനെ അടുത്തറിയുക. പലപ്പോഴും കുട്ടികൾ ചെയ്യുന്നൊരു മിസ്റ്റേക്ക് ഉണ്ട്. സ്കൂളോ കോളേജോ തുറന്ന് ടീച്ചേഴ്സ് ക്ലാസ്സിൽ വന്ന് പുസ്തകം തുറന്ന് പഠിപ്പിച്ച് തുടങ്ങുമ്പോൾ മാത്രമാണ് കുട്ടികൾ ഓരോ വിഷയത്തിലും എന്തൊക്കെയാണ് ഉള്ളത് എന്ന് ശ്രദ്ധിക്കാറുള്ളത്. എന്നാൽ അതിന് മുന്നോടിയായിട്ട് തന്നെ നമ്മൾ നമ്മുടെ വഴികളെ കുറിച്ചിട്ട് കൃത്യമായി അറിഞ്ഞിരിക്കണം. അതുപോലെയാണ് പഠനവും. ജൂൺ 1 മുമ്പ് സിലബസ് ഒന്ന് നോക്കി വെക്കുന്നത് നിങ്ങളെ മറ്റുള്ളവരെക്കാൾ ഒരു പടി മുന്നിലെത്തിക്കും. അതിനായി നിങ്ങൾക്ക് ഞാൻ 3 സിമ്പിൾ സ്റ്റെപ്പ് പറഞ്ഞു തരാം. ഫസ്റ്റ് വൺ, ഇൻഡെക്സ് പേജ് പരിശോധിക്കുക. നിങ്ങളുടെ പുതിയ വർഷത്തെ പുസ്തകങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതല്ലെങ്കിൽ ഓൺലൈനിൽ നിന്നും നിങ്ങൾക്ക് സിലബസ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഓരോ പുസ്തകത്തിൻ്റെയും ആദ്യത്തെ ഇൻഡെക്സ് പേജ്, അതായത് ഉള്ളടക്കം ഒന്ന് എടുത്ത് നോക്കിയിട്ട് ഈ വർഷം ഓരോ സബ്ജക്റ്റിലും എത്ര ചാപ്റ്ററുകൾ പഠിക്കാനുണ്ട് എന്ന് ജസ്റ്റ് വെറുതെ നിങ്ങളൊന്ന് നോക്കുക. ഓക്കെ. രണ്ടാമതായിട്ട് എളുപ്പമുള്ളതും ഹാർഡുള്ളതുമായിട്ടുള്ള വിഷയങ്ങൾ നിങ്ങൾ കാറ്റഗറൈസ് ചെയ്യുക. ആൻഡ് ഇൻഡെക്സ് നോക്കുന്ന സമയത്ത് ചില ചാപ്റ്ററുകൾ കാണുമ്പോൾ നമുക്ക് തോന്നും, ഇത് എനിക്ക് പണ്ട് അറിയാവുന്ന കാര്യമാണല്ലോ എന്നൊക്കെ തോന്നും. ചിലത് കാണുമ്പോൾ നിങ്ങൾക്ക് പുതിയതായിട്ടുള്ള തോന്നും. അങ്ങനെ എളുപ്പമുള്ളതും ഹാർഡായിട്ടുള്ള ഭാഗങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ആൻഡ് മൂന്നാമതായിട്ട് പ്രയോറിറ്റൈസ് ചെയ്യുക. അതായത് ക്ലാസ് തുടങ്ങുമ്പോൾ ആദ്യം പഠിപ്പിക്കുന്ന ഭാഗങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ ആദ്യം മുതലേ ടീച്ചേഴ്സ് പറയുന്ന സമയത്ത് തന്നെ, അതായത് ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നോട്ട്സ് കാര്യങ്ങളൊക്കെ എഴുതുക. സോ നമ്മളുടെ ഇന്നത്തെ നിങ്ങളുടെ 5th ഡേ ടാസ്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ പുതിയ പുസ്തകങ്ങളിൽ നിന്നും ഏതെങ്കിലും 2 പ്രധാനപ്പെട്ട വിഷയങ്ങൾ എടുക്കുക. ഓക്കെ. ഉദാഹരണത്തിന് മാത്സ്, സയൻസ് അല്ലെങ്കിൽ ഇംഗ്ലീഷ്. എന്നിട്ട് അതിൻ്റെയൊക്കെ ഇൻഡെക്സ് പേജ് നോക്കി എത്ര ചാപ്റ്ററുകൾ ഉണ്ടെന്നും അതിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക്കുകൾ ഏതാണെന്നും ആൻഡ് പുതുതായിട്ടുള്ള ടോപ്പിക്സ് എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങൾ കാറ്റഗറൈസ് ചെയ്ത് വെക്കുക. ക്ലാസ് തുടങ്ങും മുമ്പേ സിലബസിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ടീച്ചേഴ്സ് ക്ലാസ്സിൽ അത് പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ. സോ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ.